സാരംഗ്, എന്താ അവൾക്ക്? എന്താ അവളിങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന്? അവളെന്തിനാ ഇത്ര വയലന്റ് ആവുന്നേ? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? സാരംഗ്, എന്താ അമ്മേ? ചേച്ചിക്ക് എന്താ? ഫാദർ, ഫാദർ. സ്നേഹമോളോ? എന്താ മോളെ, എന്തെങ്കിലും പരാതിയും കൊണ്ടാണോ വരവ്? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫാദറിനെ കാണാൻ വരാവൂ. ആ, അതായത് തൽക്കാലം പരാതി ഒന്നും ഇല്ല. ഒരു പരാതിയില്ല. ഞാനേ ഫാദറിനൊരു സാധനം തരാൻ വേണ്ടി വന്നതാ. എന്താ ഇത്? ചുമ്മാ ഇരുന്നപ്പോ ഒരാഗ്രഹം, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. നേരെ കയറിങ് ചെയ്തു. ഫാദർ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. അല്ല കുഞ്ഞെ, രംഗനാഥൻ വീട്ടിൽ തന്നെ ഉണ്ടോ? ഉണ്ട് ഫാദർ. അരുണോ? അരുൺ നല്ല ഉറക്കാം. എന്താ ഫാദർ? അല്ല, അവര് രണ്ടുപേരും അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പരീക്ഷണത്തിന് എന്നെ തന്നെ എടുക്കുന്നത് എന്തിനാ കുഞ്ഞെ? ഫാദറിനെ കളിയാക്കിയതാണോ? അതെ, ഫാദർ ഒരെണ്ണടുത്തൊന്ന് കഴിച്ചു നോക്കിയേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ നിർബന്ധിക്കില്ല. അയ്യോ മോളെ, എനിക്ക് വൈകുന്നേരം പള്ളിയിൽ ഒരു പ്രോഗ്രാം ഉള്ളതാ. എന്താ ഫാദർ ഇത്? ഒന്നുമില്ലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇവിടെ ഒരു കൊണ്ടുവന്നല്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ. പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുന്നവൻ ആ പുരോഹിതൻ എന്നാ പറയപ്പെടുന്നത്. ഒരു പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിലോ? കർത്താവ് കാക്കട്ടെ. തുറക്കട്ടെ മോളെ. ധൈര്യമായിട്ട് തുറന്നോ. ബോറായോ ഫാദർ? സ്നേഹയുടെ കണക്കുകൂട്ടലിൽ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. സംഭവം നന്നായിരിക്കുന്നു കുഞ്ഞെ. അല്ല, നേരെ ചൊവ്വ ചിന്തിച്ചാ എന്താ സംഭവിക്കാന്ന് എനിക്ക് അനുഭവം ഉള്ളതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ കുഞ്ഞെ. കണ്ടോ, നന്നായി കഴിഞ്ഞാലും എന്നെ കുറ്റം പറഞ്ഞാലേ സമാധാനം കിട്ടും. എന്തായാലും ഈ അഭിപ്രായത്തോടെ ഫാദർ കഴിക്കണ്ട, നിർത്തിക്കോ. എന്തായാലും തുടങ്ങി പോയില്ലേ, അല്പം കൂടി കഴിച്ചു നോക്കാം. ഫാദറിന് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആളുകൾ പറയാറില്ലേ, സ്നേഹമുള്ളവർ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെന്താ കാരണം? നമ്മൾ സ്നേഹമുള്ള ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആദ്യ ചുവട് മുതൽ അവസാന ചുവട് വരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ട് അതിന് ടേസ്റ്റും ഉണ്ടാവും. അപ്പോ ഞാൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയതെന്ന് ഫാദറിന് തോന്നിയല്ലോ. കുറ്റം പറയാൻ നോക്കില്ല മോളെ, സംഗതി അസലായിട്ടുണ്ട്. താങ്ക് യു ഫാദർ. ഫാദറിന്റെ മോൻ വരുമ്പോഴേ ഇതൊന്ന് പറഞ്ഞേക്കണേ. അവനൊരു തീറ്റ പ്രാന്തനൊന്നുമല്ല, പക്ഷെ നല്ല ഭക്ഷണം കിട്ടിയ അതിനെ അഭിനന്ദിക്കാൻ ഒട്ടും മടിയില്ലാത്തവനാ. മോളൊരു കാര്യം ചെയ്യും, ഇനി മുതൽ അവന് നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുക. അവന്റെ നാവിൽ നിന്ന് നല്ലത് തന്നെ കേൾക്കും. ഓ, എനിക്കിനി ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഫാദറിനെ അംഗീകരിച്ചല്ലോ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും പരീക്ഷണം നടത്തിയ നേരെ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവരാം. അത് വേണോ മോളെ? ഈ ഒരു കാര്യം നന്നായി എന്ന് പറഞ്ഞ് ഈ ഉള്ളവൻ ഒരുപാട് അങ്ങ് ശിക്ഷിക്കണോ ഫാദർ? പഠിച്ചു. മൈഥിലി, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അനാമിക. താൻ സംസാരിച്ചപ്പോ യാമി എങ്ങനെ റിയാക്ട് ചെയ്തേ? ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറഞ്ഞില്ല. മാത്രല്ല പഴയ പോലെ വൈരാഗ്യത്തോടുള്ള നോട്ടം ഉണ്ടായില്ല, ഒരു വാക്ക് പോലും. അത് കഴിഞ്ഞ് സാരംഗ് അവളുടെ മുന്നിലേക്ക് എത്തിയപ്പോ അവൾ ആകെ വയലന്റ് ആവാന്നൊക്കെ പറഞ്ഞ പേടിപ്പിക്കുന്ന രീതിയില്. അതെന്തു പറ്റി? അച്ഛനും മോളും തമ്മിൽ ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? അറിയില്ല,
ഞാൻ എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്യാം? ഒറ്റ വഴിയുള്ളൂ, മായാമഹേശ്വരി. കൊണ്ടുപോയതും കൂടെ നിർത്തിയതും അവളാണല്ലോ. അവളോട് ചോദിക്കണം. മായാമഹേശ്വരിയെ വിളിച്ചു വരുത്താനൊന്നും വയ്യ. വന്നാലൊരു ബഹളമായിരിക്കും. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ മായാമഹേശ്വരിയും യാമിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ആ നിമിഷമായിരിക്കും യാമി എനിക്കെതിരെ പ്രതികരിക്കുക. അത് ശരിയാ. പിന്നെ ഒരു വഴിയുള്ളത് കുട്ടിച്ചനാ അല്ലേ? ഞാൻ അതും ചിന്തിച്ചു. എന്നും ഒരു വിഷയം ഉണ്ടായ കുട്ടിച്ചനെ വിളിച്ചു വരുത്തുന്നതിന് സാരംഗം എതിരാ, യാമി എതിരാ. കൈതമുള്ളിൽ പിടിച്ച പോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൈയനക്കാൻ പറ്റില്ല. എന്തായാലും ഇടയിൽ ആശ്വസിക്കാൻ ഒരു വകയുണ്ടല്ലോ. യാമിമോള് തന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടല്ലോ. അതൊക്കെയുണ്ട്. അല്ല, യദുവിനോട് യാമിയുടെ നിലപാടെന്താ? അവൻ സംസാരിച്ചോ? എന്തൊക്കെയോ ചോദിച്ചു. പക്ഷേ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടവര് ഒരു പ്രത്യേക സ്ഥലത്ത് തറപ്പിച്ചു നോക്കി നിൽക്കുന്ന ഒരു നോട്ടമില്ലേ, ആ അവസ്ഥയിൽ അവളിപ്പോ. എടോ, ഇതിപ്പോ എന്താ കുഴപ്പമെന്നറിയോ? കുറച്ചു ദിവസം തന്റെ കൂടെ മോൾ ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ജോസേട്ടന്റെ മോളുടെ കാര്യം കേട്ടു. എല്ലാം കൂടി താൻ വറീടാ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാ താൻ യാമിമോളെ നോക്കിക്കാണുന്നേ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അസ്വസ്ഥതയുണ്ടോ, അതൊന്നും ഒന്ന് ചോദിച്ചറിയാൻ പോലും പറ്റുന്നില്ല. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. തൽക്കാലം താനൊന്ന് ക്ഷമിക്ക്. മോളുടെ നിലപാട് പൂർണ്ണമായെന്ന് അറിയട്ടെ. പറയാൻ എനിക്ക് വേറെ ആരും ഇല്ലടോ. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതിന് ഞാൻ വല്ല പരാതിയും പറഞ്ഞോ? താൻ വരുന്നതുകൊണ്ട് ഇവിടെ മുടങ്ങാനോ ഒന്നുമില്ല. പിന്നെന്താ? ഞാൻ കണ്ടു കൊതിച്ചൊരു ഫാമിലി ലൈഫാ തന്റെ. ഒരു കുടുംബം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തന്നെ അനുകരിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ആ കുടുംബമല്ലേ? എനിക്കും അതങ്ങനെ കാണണോടോ. താങ്ക്സ്. എനിക്ക് ഉറക്കം കുറവാ. മെഡിസിൻ എടുത്ത് നോക്കി, രക്ഷയില്ല. എടോ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ എന്റെ മോള് പഴയതുപോലെ എന്റെ അടുത്തൊന്ന് വന്നിരുന്നാ മതി. വരും. എന്റെ മനസ്സവൾക്ക് മനസ്സിലാതെ പോകില്ലല്ലോ. ഫാദർ, സ്നേഹ ഇങ്ങോട്ട് വന്നോ? ഇല്ലടാ. അങ്കിളിനോട് ഫാദറിനെ കാണാമെന്നും പറഞ്ഞല്ലേ പോന്നത്. ഇങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ഏയ് ഇല്ല ഫാദർ, ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ വീട് വിട്ടിറങ്ങിപ്പോയതൊന്നുമല്ല. ഫാദർ എന്തൊക്കെയാ പറയുന്നത്? വീട് വിട്ടിറങ്ങിപ്പോവേ? ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? അല്ല, ഇങ്ങോട്ടാന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്ന ഒരാളെ എങ്ങനെയാടാ ഉൾക്കൊള്ളാൻ പറ്റുക? സ്നേഹ കാണാനില്ല എന്ന് പറയുമ്പോൾ ഇതാണോ പ്രതികരണം? ഞാൻ ഇങ്ങനെ പ്രതികരിച്ചോണ്ട് എന്താടാ കുഴപ്പം? നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു ഒരസൽ, പിന്നൊരു പൊട്ടിത്തെറി. സ്വാഭാവികമായിട്ട് ചോദിച്ചു പോവില്ലേ? എത്ര വഴക്കിട്ടാലും പൊട്ടിത്തെറിച്ചാലും എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോവാ. എനിക്ക് സ്നേഹത്തിരക്ക് കണ്ടുപിടിക്കണം. അതെ, എന്തായാലും എന്റെ കെട്ടിയോൻ എന്റെ മനസ്സ് നിറച്ചു. എന്നെ നല്ല ഇഷ്ടാന്ന് പറഞ്ഞല്ലോ. ഫാദർ എന്താ കുട്ടികളി കളിക്കണോ? എടാ, നിന്റെ ഒക്കെ യഥാർത്ഥ മനസ്സിലിരിപ്പൊന്ന് അറിയണ്ടേ പങ്കാളിക്ക്? അതുപോലെ എനിക്കും. പിന്നെ വല്ലാത്ത പരീക്ഷണമായി പോയി. സ്നേഹമോള് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി അത് എനിക്ക് തരാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ഫാദർ അത് കഴിച്ചോ? കഴിച്ചു. ഒരെണ്ണത്തിൽ നിർത്താനാ ഞാൻ കരുതിയത്. പക്ഷേ ഏകദേശം കൊണ്ടുവന്നതിൽ പാതിയും തീർന്നു. എന്നാ പിന്നെ ഞാൻ ഇന്ന് ഫാദറിന്റെ കൂടെ ഇവിടെ കൂടാം. അതെന്തിനാടാ? അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയറുവേദന തുടങ്ങുമല്ലോ. അത് കഴിയും പിന്നെ അസ്വസ്ഥതയായി. അപ്പൊ മരുന്ന് തരാൻ ആരെങ്കിലും വേണ്ടേ? ഇത് കേട്ടോ ഫാദർ? ഫാദർ ആസ്വദിച്ച് കഴിച്ച ഉണ്ണിയപ്പത്തെ കുറിച്ചായി പറയുന്നേ. ഇങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ദേഷ്യം വരില്ലേ? നല്ല ടേസ്റ്റാടാ. ദേ, നീ ഇതൊന്ന് കഴിച്ചു നോക്കി. അയ്യോ, എനിക്ക് വേണ്ട. കുറച്ച് കഴിയുമ്പോഴേ ഹോസ്പിറ്റലിലേക്ക് എനിക്കൊന്ന് പോകേണ്ടി വരും. അവിടെ കിടക്കാനല്ല, അവിടെ കിടക്കുന്ന രോഗികളെ പരിശോധിക്കാൻ. ഫാദർ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിശ്വാസം ഇല്ലാതല്ലേ സംസാരിക്കുന്നത്? എന്റെ കർത്താവേ, ഞാൻ അങ്ങ് പോവാ. വേണ്ട വേണ്ട, ഏതായാലും ഫാദർ തന്ന സ്ഥിതിക്ക് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നിർബന്ധമൊന്നുമില്ല. ഇടുക്ക്
ഒരെണ്ണം കഴിച്ചു നോക്കാം അല്ലേ? കഴിക്കടാ. എന്തേ? ഇത് കൊള്ളാലോ. ഫാദർ ഉണ്ടാക്കിയിട്ട് ഇയാള് കുക്ക് ചെയ്തെന്ന് പറയുവാണോ? അല്ല, ഫാദർ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന എനിക്കറിയാം. ഇത്ര നന്ദിയില്ലായ്മ കാണിക്കുന്നോ? ഫാദർ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേ, ഞാനേ ചായ ഉണ്ടാക്കാം. എന്തൊക്കെയാടാ ഈ നടക്കുന്നത്? നീ ഇവിടുന്ന് പോയ അവസ്ഥ വേറെ, അവള് തിരിച്ചു വന്ന അവസ്ഥ വേറെ. എനിക്കറിയില്ല ഫാദർ. സത്യത്തിൽ ഒരു വഴക്ക് പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ പെരുമാറ്റം കൊണ്ട് സ്നേഹം എന്നെ അമ്പരിപ്പിച്ചു. എന്താടാ ചേഞ്ചിന്റെ കാരണം? അറിയില്ല, ചിലപ്പോ സ്വയം ചിന്തിച്ചാവും. എന്തായാലും അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള സ്നേഹം നല്ലൊരു കുട്ടിയാ. കാര്യങ്ങൾ വിവേകത്തോടെ തിരിച്ചറിയുന്ന നല്ലൊരു കുട്ടി. ഡോക്ടർ മൈഥിലി ഉണ്ടോ ഇവിടെ? ഇല്ല. യാമി മോള് മുറിയിലാണോ? അതെ, യാമി മോൾക്ക് സുഖമില്ല. എന്താ അസുഖം? അതറിയില്ല. മോള് കിടക്കുവാ. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആന്റി ചേച്ചിയെ കാണണ്ട. അതെന്താ? അമ്മയ്ക്കത് ഇഷ്ടമല്ല. അമ്മയെ ആമിക്കും ഇഷ്ടമല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. എതുകുട്ടാ, അമ്മയെ വിളിക്കേ. യാമി മോളെ, മോളെ, മായാൻറ്റിയോട് പിണക്കമാണോ? മായാൻറ്റിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, എന്റെ മുറിയിൽ പോ. എന്താ മോളെ ഇത്? ഒരു വിവരമില്ലാത്ത കൊച്ചുകുട്ടികളെ പോലെ. പോകാനല്ലേ പറഞ്ഞത്? മോളെ, ആന്റിക്ക് പറയാനുള്ള കാര്യങ്ങള് മോള് കേട്ടേ പറ്റൂ. ആന്റി മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ല. എന്റെ അടുത്ത് പോവാനല്ലേ പറഞ്ഞത്? പോ. പോവാൻ. ശരി, ഞാൻ ഇപ്പൊ പോകാം. പക്ഷേ മായാന്റിയെ മോക്ക് നന്നായിട്ട് അറിയാലോ. മായാന്റിയെ ദ്രോഹിക്കുന്നതൊന്നും മോളുടെ നാവിന്ന് വരരുത് കേട്ടോ. അത് മായാന്റിക്ക് ഇഷ്ടമല്ല. ചേച്ചിയെ കണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല അമ്മേ. മായ, എന്റെ മോൾക്ക് എന്താ പറ്റിയേ? എന്തു പറ്റാൻ? മായ അവളെ ഇവിടുന്ന് കൊണ്ടുപോയത് ഈ കണ്ടീഷനിലാണോ? അല്ലല്ലോ. എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്താ അവളൊന്നും മിണ്ടാത്തെ? അവളെന്തിനാ സാരിങ്ങിനെ മുറി നാട്ടി പുറത്താക്കിയത്? കാരണം മേ ബി മെന്റൽ സ്ട്രെസ് ആവും. ഒരു ഡോക്ടർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കഴിവുകേടാ. ഇനി ആ സ്ട്രെസ്സിന്റെ കാരണമാണ് അന്വേഷിക്കുന്നെങ്കിൽ അത് അവളുടെ അമ്മ ഉണ്ടാക്കിയതാ. പറഞ്ഞും പേടിപ്പിച്ചും അവളെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടായതാ. ഒരൊറ്റ ഒരാള് കാരണം, ഡോക്ടർ മൈഥിലി. ഒരു KTK ഗ്രൂപ്പ് നടത്തിയിരുന്ന ജോസിനെ അറിയോ? അവർക്ക് മായാമഹേശ്വരിയെ നന്നായിട്ട് അറിയാം. മായാമഹേശ്വരിയുടെ രീതികളും. അവരുടെ മകളും ഒരിക്കൽ മായാമഹേശ്വരിയുടെ കൂടെ വന്നിരുന്നു. പിന്നീട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അത് ആ കുട്ടിയുടെ അച്ഛനമ്മമാരുണ്ടാക്കിയ മെന്റൽ സ്ട്രെസ് ആണോ? അല്ല. ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി ചീത്തയാക്കി, ഒന്നിനും കൊള്ളാത്തവളാക്കി. കുറ്റബോധം കൊണ്ട് മനസ്സ് നിറഞ്ഞപ്പോ ആ കുട്ടി സ്വയം അവസാനിച്ചു. അതല്ലേ നടന്നത്? ഓ, എന്നെക്കുറിച്ച് ഡോക്ടർ മൈഥിലി വലിയ അന്വേഷണമൊക്കെ നടത്തിയല്ലേ? ചാകാൻ കിടക്കുന്ന KTK ജോസ് സ്വന്തം അവസ്ഥയ്ക്ക് അന്യനെ പഴിചാരാൻ വന്നതാ. ദേ, അവിടെ പോയി എന്തോ കേട്ടിട്ട് വന്നിട്ട് അതും വെച്ച് എന്നെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ. വന്നാ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ ചോദ്യം എന്റെ മകളെ കുറിച്ചാ. അത് എത്ര ഷാർപ്പായിട്ട് ചോദിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കും സാരംഗിനും ഇതിനുള്ള മറുപടി ഇല്ലെങ്കിലേ പറയിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയാം. എന്റെ മകളുടെ കണ്ടീഷൻ മാറിയില്ലെങ്കിലേ മായാമഹേശ്വരി ഒന്നും ഓർത്തോ,
എന്റെ മോളെ കൊണ്ടുപോയ ഈ യാത്രയുണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരന്തമായിരിക്കും. KTK ജോസ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഭീഷണിയുടെ മുമ്പിലൊന്നും മായാമഹേശ്വരി കുലുങ്ങില്ലാന്ന്. ഡോക്ടർ മൈഥിലി ഒന്ന് ശ്രമിച്ചു നോക്ക്, അപ്പൊ കാണാം മായാമഹേശ്വരിയുടെ തനി സ്വരൂപം എന്താണെന്ന്. മൈഥിലി കൈപുണ്യമുള്ള ഡോക്ടറാണ്, ദൈവത്തെ പോലെ രോഗികളെ കാണുന്നവളാണ്. പക്ഷെ ഒരു പച്ച പാവം. മൈഥിലിയെക്കുറിച്ച് സാരംഗിന്റെ മനസ്സിലുള്ള കണക്കുകൂട്ടല് ഇതല്ലേ? പക്ഷേ അതിലപ്പുറമാണ് മൈഥിലി. അല്ലെങ്കിൽ അവൾ ഇത്ര കൃത്യമായിട്ട് എന്നെ പിന്തുടർന്ന് എങ്ങനെ KTK ജോസിന്റെ വീട് വരെ എത്തി? ഇനി അവൾ എന്റെ ഭൂതകാലം തിരയും. അറിയില്ല സാരംഗ്, മൈഥിലിയുടെ അനാമികയുടെ അന്വേഷണം എവിടം വരെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ നാളെയോ അടുത്ത നിമിഷമോ എന്നെയും സാരംഗിനെയും അവര് രണ്ടുപേരും ചേർന്ന് വലിച്ചു കീറിയെന്ന് വരും. ഞാൻ പറയുന്നത് സാരംഗ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പിന്നെ എന്താ പ്രതികരിക്കാത്തത്? സാരംഗ്, നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് വെക്കുമ്പോ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, സാരംഗ് എന്തായിരുന്നു, ഞാൻ എന്തായിരുന്നു, അത് നമുക്കിടയിൽ ഒരു ചർച്ചയാവരുതെന്ന്. ഞാൻ ചർച്ച ചെയ്തില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഭാര്യ അത് ചെയ്യും. അത് വിലക്കണം. മായാമഹേശ്വരിയെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ മൈഥിലിക്ക് അവകാശമില്ല. മായ, എന്റെ ടെൻഷൻ ഇപ്പൊ അതല്ല, യാമിമോളെ കുറിച്ചാ. അവൾ ആകെ മാറിയിരിക്കുക. എന്നെയും തന്നെയൊക്കെ നിഷേധിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാ അതല്ലേ നമ്മൾ പേടിക്കേണ്ടത്? മലേഷ്യന്ന് വരുമ്പോ നമ്മൾ എടുത്ത തീരുമാനം എന്താ? യാമി എത്ര വയലന്റ് ആയാലും അതിന്റെ കാരണം മൈഥിലി കൊടുക്കുന്ന പ്രഷർ. അതിനപ്പുറത്തേക്ക് മറ്റാരും ഒന്നും ചർച്ച ചെയ്യരുത്. സാരംഗ് ആ വീടിനകത്താണ്. സാരംഗിന് ചെയ്യാൻ പറ്റുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. മുമ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. യാമിമോൾക്ക് ഞാൻ പറയുന്നത് വേദവാക്യായിരുന്നു. ബട്ട് നൗ സിറ്റുവേഷൻ മാറിപ്പോയി. സത്യത്തിൽ എനിക്ക് അവളുടെ മുന്നിൽ നിൽക്കാൻ നല്ല പേടിയുണ്ട് മായ. എങ്കിൽ പിന്നെ മൈഥിലിയുടെ കാലിൽ വീണ് സംഭവിച്ചത് എന്താണെന്നങ്ങ് വിളിച്ചു പറഞ്ഞേക്ക്. ചിലപ്പോ അങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ചില പുരുഷന്മാർക്ക് വാക്കുകളിലുള്ള ആണത്തും പ്രവൃത്തിയിൽ കാണാൻ പറ്റില്ലല്ലോ. മായ, ഇതിനിടയിൽ എന്നെ പരിഹസിക്കാൻ നിൽക്കരുത്. യാമിമോൾ വിരൽ ചൂണ്ടാൻ തുടങ്ങിയതിപ്പോ എന്റെ നേരെ മാത്രമല്ല, നമ്മൾ രണ്ടുപേരുടെ നേർക്കാം. അതെങ്ങനെ മറികടക്കുമെന്ന് എനിക്കറിയില്ല. സാരംഗ്, യാമി 1-2 ദിവസം കൂടി ഇതേ കണ്ടീഷനിൽ തുടരുകയാണെങ്കിൽ സാരംഗ് മൈഥിലിക്കടുത്തുനിന്ന് അവളെ നിർബന്ധമായിട്ട് മാറ്റിയേ പറ്റൂ. അവളെ ചികിത്സിക്കാനെന്നോ മറ്റോ പറഞ്ഞു. അതൊന്നും ഒരിക്കലും നടക്കില്ല. കൈ അകലത്തിലെത്തിയ അവളെ മൈഥിലി ഇനി വിട്ടുതരില്ല. എങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാ? എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താ ഞാൻ പ്രതികരിക്കും. എനിക്ക് പറ്റാവുന്ന എല്ലാ രീതിയിലും. അവിടെ സാരംഗ് എനിക്കൊരു തടസ്സം ആവരുത്. സാരംഗ്, ലീവ് ഇറ്റ്. യാമിയുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല. പെട്ടെന്നുണ്ടായൊരു ഷോക്കില് അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്താനും കെട്ടിപ്പിടിച്ചിരിക്കാനും കരയാനും ഒക്കെ അവൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അവള് പറഞ്ഞതും അവള് ചെയ്തു കൂട്ടിയതും അവൾക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം, എന്നിട്ട് പ്രതികരിക്കാം. മോള് കൂടി ഉണ്ടായിരുന്നപ്പോ വല്ലാത്തൊരു ധൈര്യമായിരുന്നു. ഇപ്പൊ അത് ചോർന്നു പോകുന്ന പോലെ. കമ്മോൺ മാൻ, എത്രയോ വൻകിട കോർപ്പറേറ്റുകൾ സാരംഗിനെ വീഴ്ത്താൻ വേണ്ടി മത്സരിച്ചിറങ്ങുന്നുണ്ട്. അവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന അതേ സാരംഗിനെ ഈ വിഷയത്തിലും എനിക്ക് കാണണം. ഡോണ്ട് വറി, ഞാൻ ഒപ്പമുണ്ട് എന്തിനും.